وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. ആത്മീയമായ ഉത്കർഷം നമുക്ക് നഷ്ടപ്പെട്ടുകൂടല്ലോ, ആത്മീയമായ ആവേശം നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. ഇത് നമ്മുടെ ജീവനാണ്. നശിച്ചു പോകുന്ന ശരീരം മണ്ണിലേക്ക് വെക്കപ്പെട്ടാലും ജീവസുറ്റതായി നിലനിൽക്കുന്ന നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാണ് നമ്മുടെ ദീൻ. അല്ലാഹു നമുക്കത് നൽകട്ടെ. നമ്മുടെ പെണ്ണുങ്ങൾക്ക് അല്ലാഹു നൽകട്ടെ. അല്ലാഹു നമ്മുടെ സഹോദരിമാർക്ക് ഹിദായത്തിൽ അടിയുറപ്പിച്ച് നിൽക്കാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സഹോദരിമാർ പിന്നെ എങ്ങനെയാണ് വഴിതെറ്റിപ്പോകുന്നത്? നമ്മുടെ ചെറുപ്പക്കാർ എങ്ങനെയാണ് പിന്നെ വഴിതെറ്റിപ്പോകുന്നത്? നമ്മുടെ കണ്ണുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വഴിയിലേക്ക് പോകുമ്പോ, സഹോദരിമാരെ, നിങ്ങളെപ്പോലെ തന്നെ മഹദികളായിരുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാത്തുകൾ എന്തൊക്കെ ത്യാഗം സഹിച്ചു, നമ്മുടെ മുൻഗാമികൾ എന്തൊക്കെ ചെയ്തു. നിബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില പെണ്ണുങ്ങളെ സംബന്ധിച്ച് ശപിക്കപ്പെട്ടവരാണെന്ന്. ഈമാനികമായ ഈ സൗന്ദര്യം കിട്ടേണ്ടതിന് പകരം ഭൗതികമായ സൗന്ദര്യത്തിൽ നോക്കി നടക്കുന്ന പെണ്ണുങ്ങൾ, ഭൗതികമായ സൗകര്യങ്ങൾ മാത്രം, ഭൗതിക സൗന്ദര്യം മാത്രം, ശാരീരിക ലാവണ്യം മാത്രം, ഈമാനിന്റെ ഭംഗിയില്ലാതെ ശരീരം ചമപ്പിച്ചതുകൊണ്ട്, ശരീരം അലങ്കരിച്ചതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ? മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലഅന റസൂലുള്ളാഹ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിട്ടുണ്ട്. ശാപം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കുകയില്ല. ആരൊക്കെയാണത്? അന്നാമിസ വൽ മുതനമ്മിസ. സഹോദരിമാര്, പെണ്ണന്മാർ ശരിക്ക് കേൾക്കണം. ബ്യൂട്ടി പാർലറുകളിൽ കയറിയിറങ്ങാത്ത പെണ്ണുങ്ങളുണ്ടോ? നമ്മുടെ നാടുകളിൽ, നഗരങ്ങളിൽ താമസിക്കുന്ന പെണ്ണുങ്ങൾക്ക് പുരുഷന്മാർ ബാർബർ ഷോപ്പിൽ പോകുന്ന പോലെ ബ്യൂട്ടി പാർലറുകൾ നമ്മുടെ സഹോദരിമാർ നിത്യ സന്ദർശനം നടത്തുന്ന ഇടങ്ങളായി മാറുന്ന ഒരു ലോകത്താണ് ഈ ഹദീസ് നമ്മൾ പരിചയപ്പെടുന്നത്. സഹോദരിമാരെ, നിങ്ങൾ ഇത് മുമ്പ് കേട്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു കൗതുകം തോന്നും, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. സ്വഹീഹായ ഹദീസാണ്. ലഅനല്ലാഹു വന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ലഅനന്നാമിസ വൽ മുതനമ്മിസ. നാമിസത്ത് എന്ന് പറഞ്ഞാൽ പുരികം പ്ലക്ക് ചെയ്യുന്ന പെണ്ണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലാഹു നൽകുന്ന അൽ മുഗയ്യിറാത്തി ഖൽഖല്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുന്നവർ. മുഖത്ത് വൈകൃതമുണ്ടായത് നന്നാക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പുരികം പ്ലക്ക് ചെയ്യുന്ന പെണ്ണിനാണ് നാമിസത്ത് എന്ന വാക്ക്. അറബി ലോകത്തത് നിലവിലുണ്ടെന്ന് തന്നെ. വൽ മുതനമ്മിസ, പ്ലക്ക് ചെയ്യുന്ന പെണ്ണും അത് ചെയ്തു കൊടുക്കുന്ന പെണ്ണിനെയും അല്ലാഹു ശപിച്ചു എന്ന് മുസ്ലിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരെ, സംഭവിച്ചു പോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ, അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ. എത്ര നിസ്സാരമാണത്! എത്ര ലാഘവത്തോടെയാണ് നമ്മൾ ഇതൊക്കെ കാണാറുള്ളത്. മുത്തുനബിക്കത് ഇഷ്ടമല്ല. മുത്തുനബിക്കും അല്ലാഹുവിനും ഇഷ്ടമല്ലെങ്കിൽ മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ ആണായ ഒരു മുഅ്മിനോ മുഅ്മിനത്തായ ഒരു സഹോദരിക്കോ അല്ലാഹുവിന്റെ നിയമം മറികടക്കുക സാധ്യമല്ല. നമുക്ക് പിന്നെ മറുത്തൊരു അഭിപ്രായം പറഞ്ഞുകൂടാ. ഇത് പ്രഭാഷണം ചെയ്യുന്ന ഉസ്താദിന്റെ അഭിപ്രായമല്ല, ഒരു വഅദ് പറയുന്ന ആളിന്റെ അഭിപ്രായമല്ല. മുത്തുനബിയുടെ ഹദീസാണ് നമ്മൾ ഉദ്ധരിക്കുന്നത്. ലഅന റസൂലുള്ളാഹ്, മുത്തുനബി ശപിച്ചിട്ടുണ്ട്. അന്നാമിസ വൽ മുതനമ്മിസ, പ്ലക്ക് ചെയ്യുന്ന പെണ്ണിനെയും അത് ചെയ്തു കൊടുക്കുന്ന പെണ്ണിനെയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. നമ്മുടെ പെണ്ണുങ്ങൾ അത്തരക്കാരിൽ പെട്ടുപോയിട്ടുണ്ടോ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.